ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിലെ ഈശോയുടെ വാഗ്ദാനം നമുക്ക് ധ്യാനിക്കാം. ഈശോ അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വാക്കുകൾ ഈശോ മർത്തായോട് അവളുടെ സഹോദരൻ ലാസറിന്റെ മരണശേഷം പറഞ്ഞതാണ്. ദുഃഖത്തിന്റെ നടുവിൽ ഈ ജീവിതത്തിനപ്പുറമുള്ളൊരു പ്രത്യാശ ഈശോ വാഗ്ദാനം ചെയ്തു. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള നിത്യജീവന്റെ വാഗ്ദാനമാണത്. എന്നാൽ ഈശോ പുനരുത്ഥാനവും ജീവനുമാണ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഈ വാഗ്ദാനത്തിന് ഇന്ന് നമുക്ക് അചഞ്ചലമായ പ്രത്യാശ നൽകാൻ കഴിയുന്നത് എങ്ങനെ? നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഈശോ മർത്തായെ ആശ്വസിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ലാസറിനെ ശവക്കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് മരണത്തിന്മേലുള്ള തന്റെ ശക്തി അവിടുന്ന് തെളിയിച്ചു. ജീവിതത്തിലും മരണത്തിലും ഈശോയ്ക്ക് അധികാരമുണ്ട്. ഈശോയിലുള്ള വിശ്വാസം ജീവിതത്തിന്റെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും നമുക്ക് പ്രത്യാശ നൽകുന്നു. ഈശോയുടെ വാക്കുകൾ സത്യവും ജീവനുമാണ്. ജീവൻ കൊണ്ടുവരുമെന്നല്ല ഈശോ വാഗ്ദാനം ചെയ്തത്, അവനാണ് ജീവന്റെ ഉറവിടം എന്നാണ് പറഞ്ഞത്. നിത്യജീവിതം എന്നേക്കും ജീവിക്കുക മാത്രമല്ല, അത് ദൈവവുമായി പുനഃസ്ഥാപിച്ച ബന്ധം കൂടിയാണ്. ഈശോയിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നാം നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. നാം അവിടുത്തെ സ്വീകരിക്കുമ്പോൾ നിത്യജീവൻ ആരംഭിക്കുന്നത് മരണശേഷം മാത്രമല്ല, ഈശോയിൽ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിമുക്തമായ സ്വർഗത്തിന്റെ പ്രത്യാശ നമുക്കുണ്ട്. ഇത് ഒരു ഭാവി വാഗ്ദാനമല്ല, ഈശോയിലുള്ള വിശ്വാസത്തിലൂടെ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈശോ സൗജന്യമായി നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് അതെങ്ങനെ സ്വീകരിക്കാം? ഈശോയിൽ വിശ്വസിക്കുന്നതിലൂടെ. അവിടുന്ന് ദൈവപുത്രനാണെന്നും ജീവന്റെ ഉറവിടമാണെന്നും വിശ്വസിക്കുക. അവിടുത്തെ ത്യാഗം സ്വീകരിക്കുന്നതിലൂടെ. ഈശോയുടെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും നാം രക്ഷിക്കപ്പെടുന്നു. വിശ്വാസത്തിൽ ജീവിക്കുക. ഈശോ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കിയെന്നറിഞ്ഞുകൊണ്ട് അവിടുത്തോടൊപ്പം ദിവസവും ആയിരിക്കുക. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നാം മരണത്തെ ഭയപ്പെടേണ്ടതില്ല. ഇന്നും എന്നേക്കും നാം ജീവിതത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഈശോയിൽ നമുക്കുള്ള പ്രത്യാശ ശരിക്കും മനസ്സിലാക്കുമ്പോൾ അതെല്ലാം നവീകരിക്കുന്നു. നമ്മുടെ ഭാവി സുരക്ഷിതമാണെന്നറിഞ്ഞുകൊണ്ട് വെല്ലുവിളികളെ വിശ്വാസത്തോടെ നേരിടുക. നഷ്ടത്തിൽ സമാധാനം കണ്ടെത്തുക. മരണം അവസാനമല്ലെന്നറിയുക. ഈ പ്രത്യാശ മറ്റുള്ളവരുമായി പങ്കിടുക. ആവശ്യമുള്ള ഒരു ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവരിക. ഈ പ്രത്യാശ നമുക്ക് മാത്രമല്ല, ലോകം മുഴുവൻ കേൾക്കേണ്ട സന്ദേശമാണിത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയാണ് നമ്മുടെ പുനരുത്ഥാനവും ജീവനും എന്നാണ്. അവിടുന്നിൽ നാം വിശ്വസിക്കുമ്പോൾ ഒരിക്കലും മങ്ങാത്ത പ്രത്യാശയും ശാശ്വതമായ ഭാവിയും നമുക്കുണ്ട്. നന്ദി.